ലഹരി ഉപയോഗത്തെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകിയതിന്റെ വിരോധത്തിൽ കുടുംബത്തെ ആക്രമിച്ചതായി പരാതി. കൊട്ടാരക്കര മൈലം സ്വദേശികളായ മഞ്ജുവിനെയും കുടുംബത്തെയുമാണ് ലഹരി സംഘം ആക്രമിച്ചത്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കൈ തല്ലി ഒടിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ കുടുംബം കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കര വെള്ളാരംകുന്നിൽ 3 വർഷമായി താമസമായ ദമ്പതികളാണ് ജസൻ മഞ്ജു ദമ്പതികൾ. ഇവരുടെ ഉടമസ്ഥയിലുള്ള വീടാണിത്. ഇവർ ഇവിടെ താമസമായ ദിവസം മുതൽ സാമൂഹ്യ വിരുദ്ധരുടെ വലിയ ശല്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അയൽവാസികളായ കുറച്ച് ചെറുപ്പക്കാരാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം നടത്തിയതെന്നാണ് ഇവരുടെ ഭാഗത്തു നിന്നൊരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. യുവതിയുടെ കൈക്ക് അടക്കം നല്ല പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായി ചോദിച്ചറിയാം. 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ കച്ചവടം കഴിഞ്ഞ് കയറി വരുമായിരുന്നു. 9:30 ആകുമ്പോഴത്തേക്കും സ്റ്റാൻഡിൽ വണ്ടി ഒതുക്കും. ഞാനും എൻ്റെ ചേച്ചിയുടെ മോന് മൊബൈൽ ടോർച്ച് അടിച്ചുകൊണ്ട് കയറി വരുമോ. അപ്പോൾ റെയിൽവേയിൽ 3 പേര് നിൽപ്പുണ്ടായിരുന്നു. കണ്ണൻ, ജിത്തു, അവൻ്റെ ഒരു കൂട്ടുകാരൻ. അവൻ എനിക്ക് കണ്ടറിയാം, ഒരു കൂട്ടുകാരൻ. 3 പേരുണ്ട്. അപ്പോൾ ഈ ചെറുക്കനെ കണ്ടതും വലിയ പൈപ്പ് എടുത്തുകൊണ്ട് ഇവനെ അടിക്കാൻ ഓട്ടിച്ച് ഇവൻ അങ്ങ് ഓടി വീട്ടിൽ കയറിയപ്പോൾ ഞാൻ അവിടെയാണല്ലോ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ട്. തന്നെ തട്ടിത്തറ ഓടിയപ്പം തട്ടിത്തറ വിടുന്നു. 2 പേര് ചെറുക്കനെ ഓട്ടിച്ച്. അപ്പോൾ കണ്ണൻ അവിടെ നിൽക്കുക. ഓടി വന്ന് നെഞ്ചത്ത് പിടിച്ചിട്ട് എന്തുവാടാന്ന് കേട്ടപ്പോൾ അവൻ്റെ കയ്യിൽ പൈപ്പ് ഉണ്ടായിരുന്നു. തലയ്ക്കിങ്ങനെ ഓങ്ങിയത്. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വെച്ചപ്പോഴേ കൈക്ക് അടി കൊണ്ടത്. അടിച്ചിട്ട് നിന്നില്ല. വീണ്ടും അവന്മാർ ഓടിയിട്ട് ഞാൻ ഉടനെ അവിടെ നിന്നുകൊണ്ട് തന്നെ പോലീസുകാരെ വിളിച്ച് സാറ് വന്ന് ഇങ്ങനെ കയ്യിൽ രക്തം മാറുന്നോണ്ടിരിക്കുന്ന കണ്ടായിരുന്നു. സാറ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. പോയിട്ട് അവിടെ നിന്ന് അവർ വേണ്ട നടപടി എടുത്തോണ്ട് നിങ്ങളെ കൊണ്ടൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. എക്സ്റേ ഒക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ച് അവിടെ നിന്ന് നേരെ പരാതിയും കൊണ്ട് സ്റ്റേഷനിലും കൊടുത്തിട്ട് നല്ല മഴ പെയ്യുക. ഞങ്ങൾ വണ്ടിയും കൊണ്ട് ഈ മൈലം സ്കൂൾ വഴി ഞങ്ങളിങ്ങ് വീട്ടിൽ വരിക. വന്നപ്പോൾ ഇവിടെ പതുങ്ങി, ഞങ്ങളെ വീട്ടിൽ തൊട്ട് താഴെ പതുങ്ങി കിടന്നിട്ട് ഒരു വലിയ കാര്യങ്ങളെടുത്ത് ഞങ്ങളെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച്. എന്നിട്ട് ഞങ്ങളെന്നിട്ട് തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് ചീത്ത വിളിക്കുക. ഞങ്ങളൊരു അക്ഷരം ഇട്ടില്ല. ഞങ്ങൾ എന്നിട്ട് അവിടെ തന്നെ വണ്ടി ഞങ്ങൾ ഡോറ് തുറന്ന് ഇറങ്ങുന്ന ഇവന്മാർ ഓടിക്കളഞ്ഞു. വണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്ന പോലീസ് സാറിനെ വീണ്ടും ഞാൻ വിളിച്ച്, സാർ ഇതുപോലെ സാറല്ലേ പറഞ്ഞ ആശുപത്രി പോയിട്ട് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഞങ്ങളെ വണ്ടി അടിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം. സാർ ആ സ്പോട്ടിൽ തന്നെ സാർ ഇവിടെ വീണ്ടും വന്നപ്പോൾ വണ്ടി ഇങ്ങനെ പൊട്ടിച്ചിട്ടിങ്ങനെ സാറ് കണ്ട്. അവർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വീട്ടിൽ കയറിയിരിക്കും, വണ്ടി അകത്തിന് വേണ്ട നടപടി നമുക്ക് എടുക്കാം. വീട്ടിൽ കയറിയപ്പോഴും ജിത്തുവും കണ്ണനും കൂടി ഇവിടെ വന്നുകൊണ്ട് ഭയങ്കര ചീത്തവിളിയും. രാത്രി 12 മണി കഴിയും. ഭയങ്കര ചീത്തവിളിയും കല്ല് പറക്കി എറിയക്കവും. എന്നിട്ട് തമിഴ്നാട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ചീത്തവിളിയാണ്. ഇറങ്ങി വാടാന്ന്. ഞങ്ങൾ ലൈറ്റ് ഇട്ടിക്കുക. 4 സൈഡ് ഞങ്ങൾ ലൈറ്റ് ഇട്ടിക്കുക. അവൻ ഇരുട്ടത്ത് നിൽക്കുക. അവൻ വെളിച്ചത്ത് വരത്തെന്താ. ഇതുതന്നെയാണ് സാഹചര്യം. ഇവരുടെ ഉപജീവന മാർഗമായ വാഹനം ഉൾപ്പെടെ അടിച്ചു തകർത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇവർ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കപ്പലിൻ്റെ കച്ചവടം നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഉത്സവപ്പറമ്പുകളിൽ കച്ചവടം നടത്തിയാണ് ഇവരുടെ ഉപജീവനം നടന്നു വരുന്നത്. ശരിക്കും ഇവരുടെ ഈ ഉപജീവന മാർഗമായ വാഹനമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവരുടെ കൈക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നു. ഈ പൈപ്പ് വടിവെച്ചാണ് അടിച്ച് വലിയ രീതിയിൽ മാരകമായിട്ടുള്ള മുറിവ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൃത്യമായൊരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.